നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം തിരുവനന്തപുരം KSU പ്രസിഡന്റ്, KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറാണ് കൂടെ ഉള്ളത്. സ്വാഗതം. അപ്പം കുറച്ച് നാളുകളായിട്ട് സജീവമായിട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത് തന്നെ എനിക്ക് തോന്നുന്നു 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്നുകൊണ്ടാണ് നിങ്ങളൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലോട്ട് വരുന്നത് തന്നെ. ഈ ഒരു സമയത്ത് സാധാരണഗതിയിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അതിൻ്റെ ഒരു മുന്നോട്ട് വരാനുള്ളൊരു വലിയൊരു കടമ്പകളുണ്ട്. പ്രധാനമായിട്ടും വിദ്യാർത്ഥി യൂണിയൻ പിടിച്ചെടുക്കുക എന്ന ഉൾപ്പെടെയുള്ള വലിയ കടമ്പകളുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ഉണ്ടാകുന്ന പ്രതിഷേധം ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തേണ്ടി വരും. ഇത്തരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു? അല്ല, വിദ്യാർത്ഥി സംഘടന നേതാവാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് 10 വർഷക്കാലം നമ്മുടെ യുവത്വത്തിന്റെ ഒരു തുടക്കം കൂടിയാണ്. പ്രതിപക്ഷത്ത് ഇരിക്കുമ്പോഴും അല്ല കടന്നു വരുന്നത്, അതിനു മുമ്പേ തന്നെ ഒരു 13 വർഷക്കാലം കൊണ്ട് KSUവിന്റെ സജീവമായിട്ടുള്ള സംഘടനാ പ്രവർത്തനത്തിലുണ്ട്. സ്കൂൾ കാലഘട്ടം മുതൽ, പഠിക്കുന്ന കാലഘട്ടം മുതൽ KSU പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രതിപക്ഷത്തേക്ക് നമ്മൾ വരുന്ന സമയം. പ്രതിപക്ഷത്ത് വന്നതിന് ശേഷം KSUവിന്റെ ഭാരവാഹിത്വത്തിലേക്ക് KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആവുന്നു, പിന്നീട് KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആകുന്നു. 2 ഗവൺമെന്റുകൾ, LDFന്റെ 2 ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിന് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ഭാഗവാക്കാകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക മാത്രമല്ലല്ലോ ലക്ഷ്യമെന്ന് പറയുന്നത്. സംഘടനയുടെ ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിദ്യാർത്ഥി വിഷയങ്ങൾ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുക. അതിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമായിട്ടുള്ള നമ്മുടെ സംഘടനയെ ശക്തീകരിക്കുക എന്നുള്ളത് കൂടിയാണ്. അതെ, അപ്പൊ ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വിജയ ഒരു ലക്ഷ്യമല്ലെന്ന് പറയുമ്പോൾ പോലും നമ്മുടെ ഒരു ആശയം പ്രചരിപ്പിക്കുക എന്നുകൊണ്ടാണല്ലോ ഈ ജയിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും അതായത് ഓപ്പോസിറ്റ് നമുക്കൊരു ഇതുണ്ടാകുമ്പോഴത്തേനും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേനും എങ്ങനെയായിരിക്കും അതിനെ ഒരു മറികടക്കുന്നത്? എങ്ങനെയായിരിക്കും? അതായത് ഇപ്പം ഞാൻ തുറന്നങ്ങ് ചോദിക്കുകയാണ്. ഇപ്പം ഒരുപാട് KSU പ്രവർത്തകർ ക്യാമ്പസുകളിൽ ആക്രമിക്കപ്പെടുന്നതായിട്ട് നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്. നിങ്ങൾ തന്നെ ഒരുപാട് ആരോപിക്കുന്നുണ്ട്. അതൊരു സത്യമാണ് തന്നെ. പലപ്പോഴും പല ക്യാമ്പസുകളിലും KSUവിന് പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ എങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? ഇപ്പൊ ക്യാമ്പസുകൾക്കകത്ത് ഇപ്പൊ SFI പോലുള്ള ഫാസിസ്റ്റ് സംഘടന, SFI മാത്രമല്ല ABVPയും പല ക്യാമ്പസുകളെയും ഒറ്റയ്ക്ക് ഏകാധിപത്യപരമായിട്ട് കൊണ്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണുന്നു. പല രീതിയിലുള്ള ആക്രമണങ്ങളിലൂടെ വിദ്യാർത്ഥികളെയൊക്കെ പല രീതിയിൽ അടിച്ചമർത്തപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ ക്യാമ്പസ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സമീപനമുണ്ട്. അതിനെല്ലാം വലിയ രീതിയിൽ തന്നെ പ്രതിരോധിച്ചുകൊണ്ടാണ് KSU എന്ന് പറയുന്ന ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടന കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ മുന്നേറ്റം നമ്മൾ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത്, ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് എപ്പോഴാണ്? വിദ്യാർത്ഥി വിഷയങ്ങളെ ഞങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ, അവർക്കൊപ്പം നിൽക്കുമ്പോൾ വിദ്യാർത്ഥികൾ നമുക്ക് തരുന്ന ഒരു അംഗീകാരമാണ്. അത് ഈ കാലഘട്ടത്തിൽ, ഈ വർത്തമാന കാലഘട്ടത്തിൽ കേരളത്തിന്റെ ക്യാമ്പസുകൾക്കകത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആ പിന്തുണയും ആ സപ്പോർട്ടും ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കണ്ണൂർ സർവകലാശാല മുതൽ കേരള സർവകലാശാല വരെയുള്ള വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകളുടെ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ പല ക്യാമ്പസുകളിലേക്ക് നമ്മളൊന്ന് നോക്കുമ്പോൾ നമുക്ക് വിജയിക്കുവാൻ കഴിയാതിരുന്ന ക്യാമ്പസുകൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന സാഹചര്യം. അതെ, യുവാനേസിൽ പോലും കഴിഞ്ഞ വർഷം നമുക്കൊരു വലിയ വിജയം ഉണ്ടായിരുന്നു. 24 വർഷങ്ങൾക്ക് ശേഷം വലിയൊരു വിജയം തന്നെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലോട്ടായിരിക്കും നമ്മുടെ കൂടുതലൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്. അപ്പം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ KSU എങ്ങനെയായിരിക്കും അതിനെ അഡ്രസ് ചെയ്യുന്നത്? നിങ്ങൾ നിരവധിയായിട്ടുള്ള സമരങ്ങളും ക്യാമ്പയിനുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കാലയളവിനുകൾ ഉയർത്തിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മേഖല മുമ്പെങ്ങുമില്ലാത്ത, സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. നമുക്കറിയാം എത്രത്തോളം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് നയിക്കുന്നവർക്ക്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ശ്രീമതി ആർ ബിന്ദു ഒരിക്കലും കുറ്റം പറയുന്നില്ല. നമുക്ക് എത്രത്തോളം നമുക്ക് അറിവുണ്ട് അല്ലെങ്കിൽ അതിലൊക്കെ കഴിവുണ്ട് എന്നുള്ളതിലല്ല കാര്യം. അത് നമ്മൾ എങ്ങനെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. നമുക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിനെ നമുക്ക് നേരെ നയിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതിലാണ് കാര്യമിരിക്കുന്നത്. പക്ഷെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർച്ചയിലാണ്. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ കൈയൊഴിഞ്ഞുകൊണ്ട് ഒരു വർഷത്തിൽ എത്ര ലക്ഷത്തോളം കുട്ടികളാണ്
അതെ ഇമിഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. മറ്റു അന്യ രാജ്യങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസം തേടി പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കണക്കുകളൊന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകും. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നതിന്റെ ഫലമായിട്ടാണ് വിദ്യാർത്ഥികൾ അന്യ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത്തരത്തിൽ മറ്റു ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസം നേടി പോകേണ്ടി വരുന്ന സാധ്യത. അത് ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പൊ കുറച്ച് നാളുകളായിട്ട്, അതായത് കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. +2 കഴിയുമ്പോൾ തന്നെ കുട്ടികൾ വിദേശത്തേക്ക് കയറി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എൻ്റെ നാട്ടിൽ പോലും കുറച്ച് കോളേജുകളിൽ ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ പൂട്ടിപ്പോകുന്ന ഒരവസ്ഥയിലോട്ട് വന്നിട്ടുണ്ട്. കുട്ടികൾ ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് പല, പ്രത്യേകിച്ച് BCom പോലുള്ള വിഷയങ്ങൾ പൈസ കൊടുത്താൽ പോലും കിട്ടാത്തൊരവസ്ഥയുണ്ട്. ഡൊണേഷൻ കൊടുത്താൽ പോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ ഇന്നതല്ല അവസ്ഥ. ഇന്ന് ഇങ്ങോട്ട് നമ്മളോട് വിളിച്ചു ചോദിക്കും, സീറ്റ് ഉണ്ട്, ഒഴിഞ്ഞു കിടക്കുവാണോ, വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കുന്ന ഒരു അവസ്ഥ വരുന്നത്. കാരണം +2 കഴിയുമ്പോൾ തന്നെ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തോട്ട് കയറി പോവാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു തകർച്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്ക് KSU എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ട്? എങ്ങനെയായിരിക്കും നമ്മുടെ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയം നമുക്കുണ്ട് എന്ന് പറയാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്കുണ്ടോ? ഞങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ആശങ്കകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഉൾപ്പെടെ കൃത്യമായിട്ട് കേരളത്തിന്റെ സർക്കാരിനോട് കേസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് സർക്കാർ നടപ്പിലാക്കുന്ന നൂതനമായിട്ടുള്ള ആശയങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്വാഗതം ചെയ്യുന്നതാണ്. കാരണം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം വിദ്യാഭ്യാസ മേഖലയായിരുന്നാലും നമ്മുടെ സമൂഹത്തിലായാലും അനിവാര്യതയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയാണ് KSU. അതുകൊണ്ട് തന്നെ ഇവർ സ്വീകരിക്കുന്ന മാറ്റങ്ങളെയൊക്കെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ആ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം പ്രയോജനകരമാകുന്ന മാറ്റങ്ങളാണ് എന്നുള്ളതിലാണ്. വിദ്യാർത്ഥികൾക്ക് കൂടി ഗുണകരമാകുന്ന തരത്തിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, അന്യ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ കടന്നു പോകുന്ന സാഹചര്യം എന്താ? അവർക്ക് അവിടെ ഇവിടത്തെ ഉള്ളതിനേക്കാൾ മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മുടെ സിലബസുകളൊക്കെ ഒന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴും എത്രയോ വർഷങ്ങൾ പിന്നിലേക്കുള്ള സിലബസുകൾ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാലകൾ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണോ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാവുക, അത്തരം മാറ്റങ്ങൾ പുതിയ കോഴ്സുകളൊന്നും ഉണ്ടാകുന്നില്ല. സിലബസുകൾ ഇത്തരം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളത് പരിശോധിച്ച പല കണ്ണൂർ സർവകലാശാല ഉൾപ്പെടെ പഴയ സിലബസുകളൊക്കെ ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കാലം മാറിയിട്ടും ഗുണമില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് വലിയ ഗുണമൊന്നുമില്ല. കാലം മാറിയിട്ടും ആ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ പേരിന് പറയുന്നുണ്ട് 4 വർഷ ബിരുദ കോഴ്സുകൾ, അതായത് 4 വർഷമാക്കുന്നു, 4 വർഷ രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നു എന്നൊക്കെ. അതുകൊണ്ട് ഗുണം ഉണ്ടാവും തോന്നുന്നുണ്ടോ? കാരണം ഈ 4 വർഷം ആക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും നമ്മളിത് എത്ര വർഷമാക്കിയാലും നമ്മുടെ സിസ്റ്റം നേരെയാകേണ്ടതുണ്ട്. സിസ്റ്റം നേരെയാകാതെ നമ്മൾ ഇനി എന്ത് പറഞ്ഞിട്ടും അതിലൊരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്.